Dear students, +1 മാത്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് പ്രോബബിലിറ്റിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രോബബിലിറ്റി ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട തിയറിയും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലവും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഒരു എക്സാമ്പിളുണ്ട്. ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യും. ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തുമായിരിക്കും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം. റിസൾട്ട് നമുക്ക് ഔട്ട്കം എന്ന് പറയാം. എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒന്നെങ്കിൽ ഹെഡായിരിക്കും അല്ലെങ്കിൽ ടെയിലായിരിക്കും. അപ്പോൾ ഉറപ്പിച്ച് ടെയിൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഫിസിക്സിലെയോ മറ്റ് കെമിസ്ട്രിയിലൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയും, നമുക്കൊരു റിസൾട്ട് ഉണ്ട്. അത് ഫിക്സഡായിട്ട് റിസൾട്ട് ആവാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ടോസിങ് എ കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് റിസൾട്ട് പറഞ്ഞൊന്നുമില്ല. ചിലപ്പം ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ത്രോയിങ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുന്നു. ഡൈ നമുക്കറിയാം, നമ്മൾ ഏണിയും പാമ്പും കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കട്ടയാണ് നമ്മൾ ഈ ഡൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടോസ് ചെയ്യുമ്പോൾ നമുക്കിപ്പം 3 വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധമുണ്ടോ? ഇല്ല. അത് എപ്പോഴെങ്കിലും വീഴാം. ചിലപ്പം 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. അപ്പോൾ ഇതും എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളെന്താണ്, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മളെന്ത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വട്ടം ചെയ്യുന്നതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രയൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എത്ര വട്ടം എനി നമ്പർ ഓഫ് ടൈംസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യും? ഓരോ ട്രയലിനും മാറിക്കൊണ്ടേയിരിക്കും. ശരി, ടോസിങ് എ കോയിൻ ആകുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടൈൽ മാറിക്കൊണ്ടേയിരിക്കും. ത്രോയിങ് എ ഡൈ ആണെങ്കിലും 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫിക്സായിട്ട് നമുക്ക് നമ്പർ പറയാൻ പറ്റും. ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഇപ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ്? നിങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ? ഇല്ലേ? ഇപ്പോൾ ഞാൻ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്. യൂണിഫോം കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഹെഡ് വേണം അല്ലെങ്കിൽ ടെയിൽ വേണം. ഹെഡും ടെയിലും വേണമെന്ന് പറയുമ്പോൾ യൂണിഫോം കണ്ടീഷനാണോ? അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അപ്പം 1 മുതൽ 6 വരെ നമ്പേഴ്സാണ് വീഴുന്നത്. അതിനകത്ത് ഈവൻ നമ്പർ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓരോ ട്രയൽ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഇല്ലയോ? When an experiment is repeated any number of times under uniform conditions, the outcomes are changing from trial to trial. So the outcomes cannot be predicted. Such experiments are called random experiment. അതിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? ഇനി നമുക്കറിയാം കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം ഏതൊക്കെയാവാം? ഒന്നെങ്കിൽ H ആവാം, അല്ലെങ്കിൽ എന്താവാം, T ആവാം. അല്ലെങ്കിൽ ഡൈ ത്രോസ് ചെയ്യുന്നു. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആവാം. അല്ലയോ? അപ്പോൾ അതിനെ സെറ്റാക്കി മാറ്റുവാണെങ്കിൽ പോസിബിൾ ഔട്ട്കംസ് നമുക്ക് പറയാം. അപ്പോൾ ഓരോ റാൻഡം എക്സ്പെരിമെൻറ്റിനും പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഇപ്പോൾ ടോസിങ് എ കോയിൻ ആണെങ്കിൽ അതിൻ്റെ H-ഉം T-യും ആണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കം. ത്രോയിങ് എ ഡൈ ആണെങ്കിൽ അതിൻ്റെ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. ഇതിനെ ഒരു സെറ്റിനകത്താക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയാം? സാമ്പിൾ സ്പേസ് എന്ന് പറയാം. സാമ്പിൾ സ്പേസ്. പിന്നെ സാമ്പിൾ സ്പേസിൽ ഇപ്പോൾ ഓരോ എലമെൻറ്റ്സ് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്നൊക്കെ പറയും. അതിനോട്ട് എഴുതി വെച്ചേക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് S എന്ന് പറയും. അപ്പം സാമ്പിൾ സ്പേസിന് S കൊണ്ട് ഡിനോട്ട് ചെയ്യും. H-ഉം T-യും ആണ്. അതുപോലെ ഡൈ ത്രോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിൻ്റ്. സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഉണ്ടോ? Set of all possible outcomes of a random experiments are called a sample space, and it is denoted by S. Each outcome in a sample space is called sample point എന്ന് പറയാം. അപ്പോൾ സാമ്പിൾ സ്പേസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പം അതിൻ്റെ ബേസിക് റാൻഡം എക്സ്പെരിമെൻ്റ് ഏറ്റവും പ്രോബബിലിറ്റിയുടെ ഏറ്റവും ബേസിക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി 1-2 കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഡൈ ടോസ് ചെയ്യുമ്പോൾ ഒരു ഈവൻ നമ്പർ മതി. എന്നുവെച്ചാൽ 2, 4, 6 മതി. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു, ഒരു സെറ്റ് എടുത്തു. ആ സെറ്റ് എടുക്കുമ്പോൾ ആ സാമ്പിൾ സ്പേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്? അതെന്ന് പറയുന്നത് സബ്സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ഡൈ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് >6 ആയിരിക്കണം. >6 നമ്പർ കിട്ടത്തില്ലല്ലോ. അവിടെ കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഡൈ ടോസ് ചെയ്യുമ്പോൾ 6 വരെയുള്ളൂ. >6 എന്ന് പറയുമ്പോൾ അവിടെ നൾ സെറ്റായിട്ട് എടുക്കാം. സബ്സെറ്റ് തന്നെയാണ്.
എനിക്കല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സും വരും. അതും ഒരു സബ്സെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ 1 മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ അതും ഒരു സബ്സെറ്റാണ്. അങ്ങനെ വിവിധ സബ്സെറ്റുകളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇവൻറ്റ്സ് എന്ന് പറയും. എന്താ ഇവൻ്റ് എന്ന് ചോദിച്ചാൽ എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കാൾഡ് ഇവൻറ്റ്സ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇവൻറ്റ്സ്. ഉണ്ടോ? എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കാൾഡ് ആൻ ഇവൻറ്റ് എന്ന് പറയാം. ശരിയല്ലയോ? ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇവൻറ്റ് എന്ന് പറയാം. ഒന്നാമത് നേരത്തെ ഞാൻ പറഞ്ഞാണ്, ഞാനിപ്പോൾ ഒരു ഇവൻ്റ് എടുത്തു. ആ ഇവൻറ്റിനകത്ത് എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡയറ്റോസ് ചെയ്യുമ്പോൾ എനിക്കിപ്പം ഗ്രേറ്റർ ദാൻ 6 ആണ് വേണ്ടത്. 6-നേക്കാൾ വലിയ നമ്പേഴ്സ് വേണം. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക? നൾ സെറ്റ്. അങ്ങനെയുള്ള ഇവൻറ്റിനെ നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റ് പറയും. ആ ഇവൻറ്റ് കണ്ടെയ്ൻ നോ സാമ്പിൾ പോയിന്റ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാം. അടുത്ത ഷുവർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൾ ദി എലമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ സ്പേസ് കണ്ടെയ്ൻസ് ആൻ ഇവൻറ്റ് കണ്ടെയ്ൻ ആൾ ദി എലമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ സ്പേസ് എന്ന് പറയാം. സാമ്പിൾ സ്പേസിലെ എല്ലാ എലമെൻറ്റ്സും പറയാം. ആൻ ഇവൻറ്റ് കണ്ടെയ്ൻസ് ആൾ ദി സാമ്പിൾ പോയിന്റ് ഓഫ് ദി സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിലെ എല്ലാ എലമെൻറ്റ്സും വരാം. അങ്ങനെ ഒരു ഇവൻറ്റ് പറഞ്ഞു പറയാം. സബ്സെറ്റ് അല്ലേ എന്ന് വെച്ചാൽ ആ സെറ്റ് തന്നെ നമ്മൾ ഏതൊരു സാമ്പിൾ സ്പേസ് എടുത്താലും അത് അതിൻ്റെ സബ്സെറ്റാണ്. അങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനെ ഒരു ഇവൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അതിൻ്റെ ഷുവർ ഇവൻറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ സിമ്പിൾ ഇവൻറ്റ് പറയുമ്പം ആൻ ഇവൻറ്റ് കണ്ടെയ്ൻസ് ഒരു 1 സാമ്പിൾ പോയിന്റ്. അതുപോലെ അടുത്ത കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇവൻറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 1 സാമ്പിൾ. ഒന്നിൽ അധികം സാമ്പിൾ പോയിന്റ് ഉള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറയാം. ശരിയല്ലയോ? ഇല്ലേ? ഇനി എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയൊക്കെ വരുന്ന ഡൈസ് ത്രോൺ. എസ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 6 ആണ്. ഞാൻ എടുക്കുന്നത് എ എന്ന് പറയുന്ന ഒരെണ്ണം എടുക്കുന്നു. ഇവൻറ്റിനെ എടുക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എ ബി സി എക്സെട്ര ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ സെറ്റ് നൾ സെറ്റ് നിർത്താൻ ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് 1 2 3 4 5 6 എടുക്കുന്നത് ഷുവർ ഇവൻ്റ് ആണ്. സി എന്ന് പറയുന്നത് സെറ്റ് 6 ആണ്, സിമ്പിൾ ഇവൻ്റ് ആണ്. ഡി എന്ന് പറയുന്നത് സെറ്റ് 2 4 6 ആണ്. എന്നുവെച്ചാൽ ഈവൻ നമ്പർ സെറ്റാണ്. അപ്പോൾ അത് ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറയാം. ശരിയല്ലയോ? ദെൻ നെക്സ്റ്റ് വൺ ഇതിൻ്റെ ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ ഇവൻറ്റ്സ്. ഈ ഓപ്പറേഷൻസ് ഓൺ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റുകൾ, ഇവൻറ്റ്സ് യഥാർത്ഥത്തിൽ സബ്സെറ്റുകളാണ്. നമ്മൾ സെറ്റ് വെച്ച് പറയുകയാണെങ്കിൽ, സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത് സബ്സെറ്റാണ്, അല്ലെങ്കിൽ സെറ്റുകളാണെന്ന് പറയാം. അപ്പോൾ ആ സെറ്റിലെ ഓപ്പറേഷൻസ് തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അല്പം ഒരു വ്യത്യാസം വരുന്ന ഇത്രയേ ഉള്ളൂ. ഒന്നാമത് പറയുന്നത് ഇതാണ് കോംപ്ലിമെൻ്ററി ഇവൻ്റ് എന്ന് പറയാം. ഈ കോംപ്ലിമെൻ്ററി ഇവൻ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി സെറ്റ് പഠിച്ചതിൻ്റെ കൂട്ട് തന്നെ കോംപ്ലിമെൻ്ററി ഇഫ് എസ് ഈസ് ദ സാമ്പിൾ സ്പേസ് ആൻഡ് എ ഈസ് ആൻ ഇവൻറ്റ് ഇൻ എസ് ദ സെറ്റ് ഓഫ് ആൾ സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ എസ് നോട്ട് ഇൻ എ ഈസ് കാൾഡ് കോംപ്ലിമെൻ്ററി ഇവൻ്റ് ഓഫ് എന്ന് പറയാം. അതിന് നമ്മൾ പറയുന്നത് നോട്ട് ചെയ്യുന്നു പറയും. നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്ററി ഇവൻ്റ് ആണ്. നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ. ശരിയല്ലയോ? എന്നുവെച്ചാൽ എസ്സിൽ എയിലില്ലാത്ത എസ്സിലെ എലമെൻറ്റ്സ്. ശരിയല്ലയോ? അടുത്ത പിന്നെ പറയുക ഇത് ഇവൻ്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ പറഞ്ഞ എന്തിന് ഈക്വലാണ്? യൂണിയൻ. അപ്പോൾ ഇവിടെ എ ഓർ ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണ്. അപ്പോൾ നമുക്ക് പറയാം സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് സെറ്റിലെ എലമെൻറ്റ്സ് ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ഇവൻ്റ് എ ആൻഡ് ബി. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഈക്വലാണ്. അത് ഓർമ്മയാണ്. അപ്പോൾ ആൻഡ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ആണ്. ഇനി ഇവൻ്റ് എ ബട്ട് നോട്ട് ബി. എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ആണ് കേട്ടോ. എ മൈനസ് ബി എന്ന് പറയുന്നത് നമുക്ക് എ ഡാഷ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അത് ശ്രദ്ധിച്ചൊരു പ്രോബ്ലം ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. എയിലില്ലാത്ത ബിയിലെ എലമെൻറ്റ്സ്, ബിയിലില്ലാത്ത എയിലെ എലമെൻറ്റ്സിനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇതും അത് തന്നെയാണ്. ബി ഡാഷിൻ്റെയും എയുടെയും ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ ബി ഡാഷിനും എയിലും വരുന്ന കോമൺ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എ മൈനസ് ബി തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇവൻ്റ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് റോളിങ് എ ഡൈ. ലെറ്റ് എ വിത്ത് event getting a prime number, b with the event getting an odd number. Write the set representing the events. എന്നുവെച്ചാൽ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുന്നു അല്ലെങ്കിൽ റോൾ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഇവൻ്റാണ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എൻ ഓഡ് നമ്പർ, ഇല്ലയോ? എങ്കിൽ താഴെ പറയുന്ന ഓരോന്നും നമ്മൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഗെറ്റിംഗ്, അപ്പോൾ ആദ്യം നമുക്ക് ഈ എസ് ഒന്ന് എഴുതാം. എസ് നമുക്കറിയാം. എ എഴുതാമല്ലോ. അതായത് ഡൈ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതായത് 1 മുതൽ 6 വരെയുള്ള ഇതിനകത്ത് പ്രൈം നമ്പർ 235 ആണ്, ഓഡ് നമ്പർ 135 ആണ്. ഇനി നമുക്ക് ഒന്നാമത്തെ എഴുതാം എ ഓർ ബി. എയിലെ ബി ഒരുമിച്ച് എഴുതുക.
ശരിയല്ലയോ? 1 2 3 5 വിത്തൗട്ട് റിപ്പറ്റീഷൻ. അതുപോലെ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 3 5, ശരിയല്ലയോ? അടുത്ത എ ബട്ട് നോട്ട് ബി എന്ന് പറയുന്നത് ബിയിലില്ലാത്ത എയിലെ എലമെൻറ്റ്സ്, അത് നമുക്കറിയാം ഏതാ 2 ആണ്. അതുപോലെ ബി മൈനസ് എ ആണെങ്കിലോ ബി ബട്ട് നോട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 എഴുതേണ്ടി വരും. അടുത്ത നോട്ട് എ എന്ന് വെച്ചാൽ എ ഡാഷ് ആണ്. എയിലില്ലാത്ത ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 4 6, ശരിയല്ലയോ? അപ്പോൾ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. ഇനി എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ് എക്സോസ്റ്റീവ് ഇവൻറ്റ്. അപ്പോൾ 2 ഇവൻ്റ് എടുത്തു, നമ്മൾ ഇൻ്റർസെക്ഷനും ഒക്കെ പറഞ്ഞു. അപ്പോൾ 2 ഇവൻ്റ് എടുക്കുമ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ലാതെ വരാമല്ലോ വേണമെങ്കിൽ നമ്മൾ സെറ്റിനകത്ത് ഡിസ്ജോയിൻ്റ് കേസ് പറയും, ശരിയല്ലേ? അങ്ങനെയുള്ളതിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഇഫ് 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇഫ് ദേ ഹാവ് നോ കോമൺ എലമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ ഉള്ളതിനെ നമ്മൾ പറയുന്നവരാണ് എന്താണ് കോമൺ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ജോയിൻ്റ് ആയിട്ട് വരുന്ന ഇവൻറ്റുകളാണെങ്കിൽ അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയാം, ശരിയല്ലേ? ഇനി എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് എടുക്കും, അതിൻ്റെ ഇതേപോലെ ഇവൻറ്റുകൾ എടുക്കുന്നു. ആ ഇവൻറ്റുകളുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എസ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് ഇഫ് എ യൂണിയൻ ബി സി ഈക്വൽ ടു എസ്. എ യൂണിയൻ ബി മാത്രമല്ല, നമുക്ക് ഒന്നിലധികം ഇപ്പോൾ ബി സി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കും. എത്ര ഇവൻ്റ് ആണോ നമ്മൾ സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം യൂണിയൻ എന്ന് പറയുന്നത് എസ് ആണെങ്കിൽ നമുക്ക് എക്സോസ്റ്റീവ് ഇവൻ്റ് എന്നാണ് പറയുന്നത്, ശരിയല്ലയോ? എക്സാമ്പിളോടെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് പരസ്പരം ഉദ്ദേശിക്കും മ്യൂച്വലി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 2 വെച്ചേ പറയത്തുള്ളൂ. ഇതങ്ങനല്ല, ഇത് നമുക്ക് എത്ര ഇവൻ്റ് വെച്ചും വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഡൈത്രോൺ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതുന്നു. എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 3 5, ബി എന്ന് പറയുന്നത് ഇവൻറ്റ് 2 4 6 ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ ആൻഡ് ബി ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. ഇനി എ യൂണിയൻ ബി എന്ന് പറയുന്നത് എസ് ആണ്. അതുകൊണ്ട് നമുക്ക് എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ് എന്ന് പറയാം. സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം, എൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. കൺസിഡർ ദ ഫോളോയിങ് ഈവൻറ്റ്സ്. നോ ഹെഡ് അപ്പിയർ. എ എന്ന് പറയുന്ന ഇവൻറ്റ് നോ ഹെഡ് അപ്പിയർ. ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയർ. ആൻഡ് സി അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയർ. ഡു ദേ ഫോം എ സെറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്. നമുക്ക് അങ്ങനെ ഒരു ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടതും എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാം. 3 കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ഒരു കോയിൻ 3 പ്രാവശ്യം ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 3 ഹെഡ് ആവാം, ഇല്ലയോ? അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഇതായിരിക്കും. 3 ഹെഡ് ആവാം, അല്ലെങ്കിൽ 2 ഹെഡ് 3ാമത്തെ ടെയിലാവാം, 1 3 ഹെഡ് ആയിക്കോട്ടെ 2ാമത്തെ ടെയിലാവാം, ആദ്യത്തെ ടെയിലായിക്കോട്ടെ ബാക്കിയെല്ലാം ഹെഡാവാം. അങ്ങനെ നമുക്ക് ഇതേപോലെ 8 എണ്ണം കിട്ടും. 3 ആണെങ്കിൽ 2/3, 4 ആണെങ്കിൽ 2/4 ആയിരിക്കും, 2 കോയിൻ ആണെങ്കിൽ 2/2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എ എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് നോ ഹെഡ് അപ്പിയർ, ഹെഡില്ലാത്തത് മാത്രമല്ലല്ലോ. രണ്ടാമത്തെയോ എക്സാക്ട്ലി 1 ഹെഡ്, ഉറപ്പായിട്ട് ഒരെണ്ണം മാത്രം മതി കേട്ടോ. എക്സാക്ട്ലി എന്ന് വാക്കതാണ്, ഒരെണ്ണം മാത്രം വരുന്നത്. അടുത്തയോ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയർ. അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 എണ്ണമെങ്കിലും വേണം. അപ്പം ഒന്നുമില്ലാത്തത് വരാൻ പറ്റത്തില്ല, ഒന്നുള്ളത് വരാൻ പറ്റില്ല, 2ഓ അതിൽ കൂടുതൽ. കാരണം അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയാൻ 2ഓ അതിൽ കൂടുതലോ ആയിരിക്കണം. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് അതിൻ്റെ ഇവൻറ്റുകൾ എഴുതാം. എന്നിട്ട് ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഇല്ലയോ? എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. എയും സിയുമായിട്ട് എടുക്കുന്ന കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ബിയും സിയുമായിട്ട് എടുത്താൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായോ? അതുപോലെ യൂണിയൻ എടുത്താൽ കിട്ടുന്നത് എസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അപ്പം യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്ന എസ് ആയതുകൊണ്ട് നമുക്ക് ABCR എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറയാം. അതുപോലെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, അത് പെയർ വൈസ് ഡിസ്ജോയിൻ എന്ന് പറയാം. ശരിയില്ലേ? കാരണം ഓരോ പെയർ എടുക്കുമ്പോഴും അത് നമുക്കതിന് ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത്
എക്സോസ്റ്റീവ് ആണ്. എക്സോസ്റ്റീവ് ആക്കുമ്പോൾ മൊത്തത്തിലാണ് നോക്കുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറയുമ്പോൾ രണ്ടെണ്ണം എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് പറയാം ദേ ആർ ഫോം എ ABC ഫോം എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയാം. നല്ലൊരു എക്സാമ്പിളാണ്. നമ്മളിതിൻ്റെ സെറ്റൊന്നും കണ്ടുപിടിക്കേണ്ടെന്ന് ആവശ്യമില്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കോമൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു 5 എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് വേറെ എക്സാമ്പിൾ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എയും ബിയും എടുക്കുമ്പോൾ കോമൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നോട്ട് ഈക്വൽ ടു 5 എന്ന് എഴുതി ദീസ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് എഴുതാവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രോബബിലിറ്റി എന്താ? ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ എ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, അതിൻ്റെ ഒരു ഇവൻ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആ ഇവൻറ്റിൻ്റെ എലമെൻറ്റ്സിൻ്റെ എണ്ണത്തെ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാം, ഫോർ എ ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ് വിത്ത് ഈക്വലി ലൈക്ലി പ്രോബബിലിറ്റി. വിത്ത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ഉദ്ദേശിക്കുന്നത് ഓരോന്നിനും നമുക്കിപ്പോൾ ഓരോ സാമ്പിൾ പോയിൻറ്റിനും നമുക്ക് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡോസ് ചെയ്യുന്നു, 1 കിട്ടുന്നതിന് 1/6 ആണ്, 2 കിട്ടുന്നതിന് 1/6 ആണ്. അതാണ് അത് ഈക്വലും ആയിരിക്കണം. ഇപ്പോൾ ഹെഡ് കോയിൻ ടോസ് ചെയ്യുന്നു, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ളത് 1/2 ആണ്, ടെയിൽ കിട്ടാനും 1/2 എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരേ ചാൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈക്വൽ ലൈക്ലി. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P(a) = N(a)/N(s) എന്ന് പറയാൻ പറ്റും. കേട്ടോ, എന്നുവെച്ചാൽ N(a)യിലെ എലമെൻറ്റ്സ്, അതായത് എ എന്ന് പറയുന്ന ഇവൻറ്റ്സിലെ എലമെൻറ്റ്സിൻ്റെ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റും കൂടി ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, ഇപ്പോൾ N(a)/N(s) എന്താണെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നോക്കാം. ഡോസ് ചെയ്യുന്നു, A = 135 ആണ് നമുക്കറിയാമെങ്കിൽ P(a) എന്തായിരിക്കും? 3/6 എന്ന് പറഞ്ഞുകൂടായോ? ശരിയില്ലയോ? അപ്പോൾ 1/2 എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് A or B. നമ്മൾ നേരത്തെ പറഞ്ഞ A or B, ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ പറയുന്നത്? ഇഫ് A and B are in 2 events, then A or B എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറയാം A യൂണിയൻ ബിക്ക് ഈക്വൽ ആണ്. A യൂണിയൻ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. P(a) + P(b) - P(a) ഇൻ്റർസെക്ഷൻ B എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. കേട്ടോ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. കാരണം ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം P(a) or B നമുക്ക് A യൂണിയൻ ബി എന്ന് എഴുതാം, ഇല്ലയോ? ആ N(a) ചേർത്ത് പറയുകയാണെങ്കിൽ N(a) or B = N(a) യൂണിയൻ ബി എന്ന് പറയാം. പിന്നെ N(a) + N(b) - N(a) ഇൻ്റർസെക്ഷൻ ബി എല്ലായിടത്തും N(s) കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് പ്രോബബിലിറ്റി ആയി മാറും. അങ്ങനെയാണ് നമ്മൾ റിസൾട്ടിലോട്ട് വരുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് ഈക്വലായിട്ട് ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് എന്തായി മാറും? 0 ആയി മാറും. പ്രോബബിലിറ്റി ഇല്ലയോ? ഈ 5 ആണ്, 5യുടെ എലമെൻറ്റ്സിന് 0 ആണ്. അപ്പോൾ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. P(a) or B = P(a) + P(b) എന്ന് പറയാം. ദെൻ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് നോട്ട് A. നോട്ട് എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ഇവൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാം, ഫേസ് ഇവൻറ്റ് ദെൻ P(not A) അല്ലെങ്കിൽ P(a' = 1 - P(o) എന്ന് പറയാം. ഓർത്ത് വെച്ചാൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, P(a) എന്ന് പറയുന്നത് ഇതാണ്. A എന്ന് പറയുന്നത് സെറ്റ് 2, 4, 6, 8 ആണെങ്കിൽ P(a) ആണ്. അപ്പം P(not A) എന്ന് പറയുന്നത് 1 - P(a) ആണ്. അതായത് 4/10 എന്ന് കൊടുക്കാം. അപ്പോൾ അത് 6/10 എന്ന് നമുക്ക് പറയാം. എന്നുവെച്ചാൽ A എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം. നമ്മൾക്ക് കോംപ്ലിമെൻ്റ് സെറ്റ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കോംപ്ലിമെൻ്റ് ഇവൻറ്റ് നമുക്ക് എളുപ്പമാണ്. ഇനി നോക്കാം ഒരു ക്വസ്റ്റ്യൻ. A letter is chosen at random from the word assassination. Find the probability that the letter is a vowel or consonant. നമുക്കറിയാം ഇത് എത്ര വേർഡുണ്ട് ഈ അസാസിനേഷനകത്ത് വരുന്ന വേർഡ്സ്. അത് വവൽസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, കൺസോണൻ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? നമുക്കറിയാം ഇത് 13 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 13 ലെറ്റേഴ്സിൽ വവൽസ് എത്ര ഉണ്ട്? റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എണ്ണണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എണ്ണുമ്പോൾ A 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്, ഇല്ലയോ? I 2 എണ്ണം ഉണ്ട്, അതുപോലെ O 1 ഉണ്ട്, 6 വവൽസ് ഉണ്ട്, 7 കൺസോണൻ്റ് ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വവൽ എന്ന് പറയുന്നത് ഏതാണ്? 6/30 എന്ന് പറയാം. പ്രോബബിലിറ്റി ഓഫ് കൺസോണൻ്റ് എന്ന് പറയാം 7/30 എന്ന് പറയാം. റിപ്പീറ്റ് ചെയ്തൊന്നും എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒന്ന് നോക്കാം. 1 card is drawn from a well-shuffled deck of 52 cards. If each outcome is equally likely, calculate the probability that the card will be a diamond, not an ace, a black card, not a diamond, not a black card. എന്നുവെച്ചാൽ നമുക്കറിയാം ചീട്ടായിട്ട് 52 കാർഡാണ് ഉള്ളത്.
ഈ 52 കാർഡിനകത്ത് 4 ടൈപ്പാണ്. ഡയമണ്ട്, റെഡായിട്ടുള്ള 2 ടൈപ്പ്, അതായത് ഡയമണ്ടും ഹാർട്ടും. ബ്ലാക്ക് ആയിട്ടുള്ള 2 ടൈപ്പാണ് നമുക്കറിയാവുന്നത്, ക്ലബ്സും സ്പേഡുമാണ്. അപ്പം ബ്ലാക്ക് കാർഡ് 26 ഉണ്ട്, റെഡ് കാർഡ് 26 ഉണ്ട്, ഡയമണ്ട് 13 ആണ്. ഓരോന്നും 13 വീതമുള്ള 4 ടൈപ്പാണ്. അപ്പോൾ ആ 4 ടൈപ്പും ഇവിടെ കൂടുമ്പോൾ നമുക്ക് 52 എണ്ണമായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 52 കാർഡുണ്ട്, അതിനകത്ത് ഡയമണ്ട് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ നോക്കിയാൽ മതി, ഡയമണ്ട് എത്ര ഉണ്ടോ നോക്കിയാൽ മതി. ഡയമണ്ട് എത്ര? 13. ടോട്ടൽ എത്ര? 52. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട് എന്ന് പറയുമ്പോൾ 30/52 ആണ്. അപ്പം 1/4 എന്ന് പറഞ്ഞുകൂടായോ? അടുത്തെന്താ? അപ്പം നോട്ട് ആൻ എയ്സ്. എയ്സ് അല്ലാത്ത എത്ര? നമുക്കറിയാം എയ്സ് 4 എണ്ണമാണ്, ഇല്ലയോ? ഒരു കാർഡ് എന്ന് പറയുന്നത് 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയ കാർഡ്, അപ്പോൾ അത് 9 എണ്ണമാണ്. പിന്നെ ഒരു എയ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതുപോലെ കിങ്, ക്യൂന്, ജാക്ക്, ഇങ്ങനെ 13 എണ്ണമാണ് വരുന്നത്. അപ്പോൾ എയ്സ് ഓരോന്നിലും ഓരോന്ന് വിധമുണ്ട്. അപ്പം 3 എണ്ണത്തിലാവും, 4 എണ്ണത്തിലാവും 4 എയ്സ് വരും. അപ്പോൾ എയ്സ് അല്ലാത്ത എത്രയാണെന്ന് ചോദിച്ചാൽ 52 എണ്ണം ഉണ്ട്, അതിൽ 4 മാത്രമേ ഉള്ളൂ എയ്സ്. അപ്പം എയ്സ് അല്ലാത്ത 48/52 എന്ന് പറയാം. ശരിയില്ലയോ? 12/13 എന്ന് പറഞ്ഞുകൂടെ? അതുപോലെ അടുത്ത് ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് എത്ര ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ 2 ടൈപ്പാണ് ബ്ലാക്ക് ഉള്ളത്, അത് സ്പേഡും കർബ്സും ആണ്. അപ്പോൾ അത് 26/52 ആണ്, 1/2 എന്ന് പറയാം. ശരിയില്ലയോ? നോട്ട് എ ഡയമണ്ട്. ഡയമണ്ട് അല്ലാത്ത എത്ര? ഡയമണ്ട് 13 എണ്ണേ ഉള്ളൂ, ഡയമണ്ട് അല്ലാത്ത ബാക്കി എത്ര ആയിരിക്കും? 39/52 എന്ന് പറഞ്ഞുകൂടായോ? അതുപോലെ നോട്ട് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് എത്ര എണ്ണമായിരുന്നു? 26 ആണ്. ബ്ലാക്ക് കാർഡ് അല്ലാത്ത എത്ര തന്നെ? 26. ശരിയില്ലയോ? അപ്പോൾ നമുക്ക് 56/52 എന്ന് പറയാം, 1/2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. The events E and F are such that P probability not E or not F is equal to 0.25. State whether E and F are mutually exclusive. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്, ഇ എഫിൻ്റെ 2 ഇവൻ്റ് ആണ്. അത് കൂടാതെ അതിൻ്റെ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ ഈക്വൽ ടു ഈ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0.25 ആണെങ്കിൽ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഞാൻ എടുത്തിരുന്നു. ഇതാണ് ഗിവൺ പി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് എന്ന് വെച്ചാൽ, നോട്ട് ഇ എന്ന് പറയുമ്പോൾ ഇ ഡാഷ് എന്ന് പറയാം, നോട്ട് എഫ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ്, ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞുകൂടാ ഇങ്ങനെ ഓർ യൂണിയനാണ്. അപ്പോൾ നമുക്ക് ഡി മോർഗൻസ് തിയറി ഉപയോഗിച്ച് നമുക്കിതിനെ ഇ ഡാഷ് യൂണിയൻ എഫ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇൻ്റർസെക്ഷൻ എഫ് ദ ഹോൾ ഡാഷ് എന്ന് എഴുതാം. അത് ഈക്വൽ ടു 0.25 ആണ്. പിന്നെ നമ്മൾ കോംപ്ലിമെൻ്ററി ഇവൻറ്റ് വെച്ച് 1 - P ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം. ശരിയില്ലയോ? എന്നിട്ട് ഈ ഇൻ്റർസെക്ഷൻ എഫിനെ നമുക്ക് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇത് മൈനസ് ആയതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഈ 0.25നെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്ത് കിട്ടി? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 0.75 ആണ്. എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി 0.75 വന്നാൽ ഡിസ്ജോയിൻ്റ് ആവുമോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുമോ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ പ്രോബബിലിറ്റി 0 ആയിരിക്കണം. അതാണ് നമ്മൾ രണ്ട് ഈവൻ്റ് എടുത്തു, അതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ 0 വരുവാണെങ്കിലാണ് അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന്. 0 വന്നില്ലെങ്കിൽ നമുക്ക് പറയാം therefore E intersection F not is equal to 5, therefore E and F are not mutually exclusive എന്ന് പറയാം. നല്ലൊരു പ്രോബ്ലമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. A committee 2 persons is selected from 2 men and 2 women. What is the probability that the committee will have no man, 1 woman, 2 men? എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി 2 പേരെ സെലക്ട് ചെയ്യണം. എത്ര പേരുണ്ട് അവിടെ? 2 മെന്നും 2 വുമനും, മൊത്തം 4 പേര്. അപ്പോൾ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് നോ മാൻ? ഒന്നാമത്തെ കണ്ടീഷൻ മാൻ വേണ്ട, രണ്ടാമത്തെ 1 മാൻ ഇല്ലയോ, മൂന്നാമത്തെയോ 2 മെൻ. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ കേസ് എത്ര. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് പറയുമ്പോൾ 2 വുമണും 2 മെന്നും ആകുമ്പോൾ 4 ആണ്. ഇവരെ നമുക്ക് എത്ര ആയിട്ട് സെലക്ട് ചെയ്യണം? ഇല്ലയോ, 2 പേര്. ഇവരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യണം. അതെങ്ങനെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം ഇല്ലയോ. 4 പേരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ് കോമ്പിനേഷൻ എന്ന് പറയാം. അപ്പോൾ ആ കോമ്പിനേഷൻ എഴുതി എങ്ങനെ പറയാം? 1 of these 4 person 2 can be selected in 4C2 is equal to 6 ways എന്ന് പറയാം. ഇത്ര രീതിയിൽ നിന്നാണ് 4C2 എന്ന് പറയുമ്പോൾ 6 ആണ്. 4 × 3/1 × 2 എന്ന് പറയുന്നത് 6 ആണ്.
ശരിയല്ലോ. അപ്പോൾ 6 വേസ് നമുക്ക് വരും. അപ്പോൾ അത് ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിലെ എലമെൻസിൻ്റെ എണ്ണം നമ്മൾ പറയുന്നതാണ് ഇത്. ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യനാണ്, കോമ്പിനേഷനോടെ കയറി വരുന്നതാണ്. എങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനോട്ട് പോവാം. ഔട്ട് ഓഫ് 2 women 2 can be selected. കാരണം നോ മാൻ എന്ന് പറയുമ്പോൾ 2 വുമൺ ആയിരിക്കണം. ശരിയില്ലയോ? നമ്മൾ സെലക്ട് ചെയ്ത കമ്മിറ്റി 2 പേരും എന്തായിരിക്കും? വുമൺ ആയിരിക്കും. എത്ര വുമൺ ഉണ്ട്? 2 വുമൺ. ആ 2 വുമണിൽ 2 പേരെ സെലക്ട് ചെയ്ത് 2C2 എന്ന് പറയാം. 2C2 ഇവിടെ n മാറി ഈക്വൽ ആയാലും 1 ആയിരിക്കും. അപ്പോൾ 1 വേ ആയിരിക്കും. ഒറ്റ രീതിയിൽ ഇത് പറ്റത്തുള്ളൂ. ശരിയില്ലയോ? അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് നോ മാൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 2 വുമൺ ആണ്. ശരിയില്ലയോ? 2 വുമൺ എന്ന് പറയുമ്പം വുമണിൻ്റെ എണ്ണത്തെ ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇല്ലയോ? അപ്പോൾ ഇവിടെ എത്രയാണ്? 2C2/4C2 എന്ന് പറയാം. അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് 1/6 എന്ന് പറഞ്ഞ കൂടെ ആയോ? ഇല്ലയോ? 2 വുമൺ എന്ന് പറയുമ്പം 2 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് 2C2 എന്ന് പറയാം. ഇതിപ്പോൾ ഒരുപാട് വരും. അപ്പോൾ 4 ഒക്കെ ആയിരുന്നെങ്കിലാണ് നമുക്കിത് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. 4C2 എന്ന് പറയുന്നത് നമ്മൾ എഴുതേണ്ടി വരും. നമുക്ക് നോക്കാം. അടുത്ത 1 മാൻ, ഒരു മാൻ മതി. 1 മാൻ എന്ന് പറയുമ്പം ഇല്ലയോ? 1 വുമൺ ആൻഡ് 1 മാൻ. ശരിയില്ലേ? 1 മാൻ ഔട്ട് ഓഫ് 2 men സെലക്ട് 2C1 വേസ് ആൻഡ് 1 വുമൺ ഔട്ട് ഓഫ് 2 ക്യാൻവാസ് 2C. വെച്ചാൽ നമുക്ക് 1 മാൻ നിർബന്ധമായിട്ടും വേണം. 1 മാൻ വേണമെങ്കിൽ അടുത്ത എന്തായിരിക്കണം? 1 വുമൺ ആയിരിക്കും. അപ്പോൾ 1 മാനെ സെലക്ട് ചെയ്യാനുള്ളത് കോമ്പിനേഷൻ പറയുമ്പോൾ 2C1 ആണ്. 1 വുമണെ സെലക്ട് ചെയ്യാനുള്ള കോമ്പിനേഷൻ 2C1. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ കേസ് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1 മാനെ സെലക്ട് ചെയ്യാനുള്ള അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറയും. നമ്മൾ കോമ്പിനേഷൻ വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് പറയുമ്പോൾ 2C1 × 2C1 എന്ന് പറയാം. ശരിയില്ലയോ? ടുഗദർ ദേ ക്യാൻ ബി സെലക്ട്. ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 2C1 × 2C2 വേസ് എന്ന് പറയാം. 2 ഇല്ലയോ? അപ്പോൾ പോയിട്ട് നോ ആണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? 2C1 × 2C1/4C2. 4C2 നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കേസാണ്. അത് എപ്പോഴും മാറത്തില്ല. അപ്പോൾ ഇത് 2C1 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 × 2/2 × 3. 2 × 3 എന്നാൽ 6 എന്നാ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ വെട്ടിപ്പോവാണ്. ഇവിടെ 6 എന്നാ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ 2 × 3 വെട്ടിപ്പോകാൻ വേണ്ടി ഇങ്ങനെ എഴുതാണ്. 2 വെട്ടിപ്പോയിട്ട് 2/3 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് 2 men can be selected. ഇനി അടുത്ത 2 men ആണ്. 2 men സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ മൊത്തം 2 men ആണ്. അതിൽ 2 പേരെ സെലക്ട് ചെയ്യാനുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2C2 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിച്ചാണ്. 2 men എന്ന് പറയുന്നത് 2C2/4C2 എന്ന് പറയാം. = 1/6 എന്ന് പറയാം. അപ്പോൾ ഇതൊരു കോമ്പിനേഷനോടെ വരുന്നതാണ്. ഇത് നല്ലൊരു പ്രോബ്ലമാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തൊരു പ്രോബ്ലം. 2 students, Anil and Ashima, appeared in an examination. The probability that Anil will qualify the examination 0.05 and that Ashima will qualify the examination 0.1. The probability that both will qualify examination 0.02. Find the probability that both Anil and Ashima will not qualify the examination. At least one of them will not qualify the examination. മൂന്നാമത്തെ കേസ് only one of them will qualify the examination. ഇപ്പോൾ നല്ലൊരു പ്രോബ്ലമാണ്. അപ്പോൾ 2 പേര് എക്സാമിനിൽ പങ്കെടുക്കുകയാണ്, ഇല്ലയോ? അത് അനിൽ ക്വാളിഫൈ ചെയ്യാനുള്ളത് എന്താണ്? 0.05 പ്രോബബിലിറ്റി ഉള്ളത്. അശ്വിമയാണെങ്കിൽ 0.10 ആണ്. 2 പേര് ഒരുമിച്ചാണെങ്കിൽ 0.02 ആണ്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം ബോത്ത് അനിൽ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. വിൽ നോട്ട് ക്വാളിഫൈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, 2 പേരും ക്വാളിഫൈ ചെയ്യരുത്. അപ്പോൾ ആദ്യം അനിലിൻ്റെയും അവരൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. അനിലും അശ്വിമയും ക്വാളിഫൈ ചെയ്യാനുള്ള ഇവൻറ്റിനെ നമ്മൾ എയും ബിയും എടുക്കുന്നു. എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. അപ്പോൾ എയും ബിയും ആണ് അതിൻ്റെ ഇവൻ്റായിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം P of A ആണ് 0.05, P of B ആണ് 0.010, P of A ഇൻ്റർസെക്ഷൻ B ആണ് 0.02 എന്ന് പറയാം. ശരിയല്ലേ? ഒന്ന് എഴുതാം. എന്നിട്ട് ഒന്നാമത്തെ കേസിലോട്ട് പോകാം. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് അനിൽ ആൻഡ് അശ്മ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ P of 2 പേരും ക്വാളിഫൈ ചെയ്യരുത്. ക്വാളിഫൈ ചെയ്യുന്നതാണ് പിയും എയും ബിയും. ക്വാളിഫൈ ചെയ്യാത്തയാകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി എടുത്താൽ മതി. 2 പേരും ചെയ്യുന്നില്ല, അനിലും ചെയ്യുന്നില്ല, അശ്വിമയും ചെയ്യുന്നില്ല. അപ്പോൾ P of A ഡാഷ് ഇൻ്റർസെക്ഷൻ P of B ഡാഷ് എന്ന് പറയാം. ഇതിനെ നമുക്ക് ഡിമോർഗൻസ് തിയറം ഉപയോഗിച്ച് P of A യൂണിയൻ B ദ ഹോൾ ഡാഷ് എന്ന് പറയാം. ഇതിനെ 1 - P of A യൂണിയൻ B കോംപ്ലിമെൻ്ററി ലോ ഉപയോഗിച്ച് പറയാം.
പിന്നെ പി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ നമുക്കറിയാം പി ഓഫ് എ പ്ലസ് ബി ഓഫ് ബി മൈനസ് പി ഓഫ് ഇൻ്റർസെക്ഷൻ ബി ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ആൻസർ 0.87. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോക്കിയാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ടേംസിലോട്ട് മാറ്റുക. അതാണ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആ വാല്യൂ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പാർട്ട് പറയുന്നതാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഒരാൾ ക്വാളിഫൈ ചെയ്യരുത്, ഏറ്റവും കുറഞ്ഞ ഒരാൾ ക്വാളിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? അല്ലോ പ്രോബിലിറ്റി അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, അങ്ങനെ പറയാം ഇല്ലേ, ഏറ്റവും കുറഞ്ഞ ഒരാൾ പോലും ഇത് ക്വാളിഫൈ ചെയ്യരുത്, ഏറ്റവും കുറഞ്ഞത് ഒരാൾ ക്വാളിഫൈ ചെയ്യാതെ. അപ്പോൾ കേസ് വരുന്ന ഒരാൾ അല്ലെങ്കിൽ അതിൽ കൂടുതലെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ഈ ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇല്ലയോ, ഒരാൾ പോലും ചെയ്യരുതെന്ന് അർത്ഥം. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നില്ല ഇവൻ. ഈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനർ എന്ന് പറയുന്നത് ഒരാൾ പോലും ക്വാളിഫൈ ചെയ്യരുത്. പക്ഷെ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യുക, ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടായോ, 1 മൈനസ് പി ഓഫ് ബോത്ത് ഓഫ് ദം വിൽ ക്വാളിഫൈ ഇല്ലയോ. ഇത് നമുക്കറിയാം, ബോത്ത് ഓഫ് ദം വിൽ ക്വാളിഫൈ നമുക്കറിയാം എന്താണ്, ഇത് എത്ര ആണെന്നറിയാം. അത് എത്ര? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, അത് 0.02 ആണ്, പോയിൻറ്റ് 0.98 എന്ന് പറയാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതൊരു കോംപ്ലിമെൻ്റ് ഉപയോഗിച്ചാണ് ചെയ്ത്, അത് ശ്രദ്ധിച്ചോണം. അടുത്ത ശ്രദ്ധിക്കണം. അടുത്ത പറയുന്നത് എന്താണ്? അടുത്ത ഒരാൾ ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഒരാൾ ക്വാളിഫൈ ചെയ്താൽ മതി. അത് ചിലപ്പോൾ അനിലാവാം, അല്ലെങ്കിൽ ആരാവാം, അശ്വിമയാവാം. അപ്പോൾ രണ്ട് കേസാണ് വരുന്നത്. അനിൽ വിൽ ക്വാളിഫൈ ആൻഡ് അശ്വിമ വിൽ നോട്ട് ക്വാളിഫൈ. അല്ലെങ്കിലോ അനിൽ വിൽ നോട്ട് ക്വാളിഫൈ ആൻഡ് അശ്വിമ വിൽ ക്വാളിഫൈ. അങ്ങനെ രണ്ട് കേസ്, ഒരാൾ മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ രണ്ട് കേസ് വരും. അത് ഇതാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതുമ്പോൾ എന്താണ്, ഇപ്പോൾ അനിലിനെ ഇപ്പോൾ എ ആൻഡ് ആകുമ്പം എന്താണ്, ഇൻ്റർസെക്ഷൻ നോട്ടാകുമ്പോൾ ബി ഡാഷ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഓർ ഇതല്ലേ ഓർ. ഇനിയോ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയാം. ഇവിടെ അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഈ എ ഡാഷ് എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബിയും. ഇതിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിന് എ മൈനസ് ബി എന്നും ഇതിനെ ബി മൈനസ് എ എന്നൊക്കെ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒരു പടം ഞാൻ കാണിച്ചു തരാൻ, നോക്കിയാൽ മതി. ഇതാണ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് വെച്ചാൽ ബി ഡാഷ് എന്ന് പറയുന്നത് ഉണ്ടോ, ഈ ബി ഒഴിച്ച് ബാക്കി എല്ലാം ബി ഡാഷ് എന്ന് പറയാം. ശരിയില്ലയോ? എ എന്ന് പറയുമ്പോൾ ഇതില്ലയോ, ഇത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ പറയുമ്പോൾ ഈ പാർട്ടേ വരത്തുള്ളൂ. അതിനെ എ മൈനസ് ബി എന്ന് പറയാം. ഇവിടെ അത് തന്നെ ബി മൈനസ് എ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ തന്നിരിക്കുന്ന രണ്ട് കാര്യവും. അപ്പോൾ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലയോ ആണ്. അപ്പോൾ എങ്കിൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്കറിയാം പ്രോബിലിറ്റി ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ. ഒരാൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇത് പറയാം എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഓർ പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവായ നമുക്ക് പറയാം. അപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവായ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറയാം ഇല്ലയോ, യൂണിയൻ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എ നമുക്ക് എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എഴുതാം. ഇത് മൊത്തത്തിൽ എ ആണ്. ആ എയിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണ്, ഇൻ്റർസെക്ഷൻ കുറയ്ക്കുന്നതാണ് എന്താ പറയുന്നത്, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഞാൻ പറയാം പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ ഇവിടെയും പറയാം ബിയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ കുറയ്ക്കുക ഇല്ലയോ. അപ്പോൾ നമുക്ക് പറയാം പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം. ഈ വാല്യൂ ഒക്കെ നമുക്കറിയാം. പി ഓഫ് എ എത്രയാണ്? 0.05. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.02. അങ്ങനെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.11 ആണ് കിട്ടും. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. ഒരു പ്രോബ്ലമാണ് ചെയ്ത് നമുക്കിത് അവസാനിപ്പിക്കാം. ദ പ്രോബിലിറ്റി ദാറ്റ് ആൻ സ്റ്റുഡൻറ്റ് വിൽ പാസ് ദ ഫൈനൽ എക്സാമിനേഷൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആൻഡ് ദ .5 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നെയ്തർ ഒന്നും പാസ് ചെയ്യാതെ 0.1 ആണ്. ഇഫ് ദി പ്രോബിലിറ്റി ഓഫ് പാസ് ഇംഗ്ലീഷ് എക്സാം ഈസ് 0.7. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് പാസ് ഹിന്ദി എക്സാമിനേഷൻ? നല്ല ക്വസ്റ്റ്യനാണ്.
അപ്പോൾ നമുക്കിവിടെ ഹിന്ദിയും 2 ഇവൻറ്റ് ഡിഫൈൻ ചെയ്യാം. ഹിന്ദി പാസ് ചെയ്യുന്നതും ഇംഗ്ലീഷ് പാസ് ചെയ്യാൻ ഫൈനൽ എക്സാമിനേഷൻ പാസ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഇവൻറ്റ് നമുക്ക് എടുക്കാം. ലെറ്റ് എ ആൻഡ് ബി ഡിനോട്ട് ദ ഇവൻറ്റ്സ് ദാറ്റ് സ്റ്റുഡൻറ്റ് വിൽ പാസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി റെസ്പെക്റ്റീവ്ലി. ശരിയല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ആദ്യം പറഞ്ഞേക്കുന്ന എയും ബി ഹിന്ദിയും ഇംഗ്ലീഷും പാസ് ചെയ്യുന്നത്, അപ്പോൾ ഇൻ്റർസെക്ഷനാണ്. അതുപോലെ പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മാത്രം എന്താണ് പാസ് ചെയ്യുന്നവരെന്നും തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ രണ്ടും പാസ് ചെയ്യാത്ത നെയ്തർ എന്ന് വെച്ചാൽ നോട്ട് എ ആൻഡ് നോട്ട് ബി, നോട്ട് എ ആൻഡ് നോട്ട് നെയ്തർ എന്ന് പറഞ്ഞതാണ് നോട്ട് എ ആൻഡ് നോട്ട് ബി, നോട്ട് ഹിന്ദി ആൻഡ് നോട്ട്. അതിന് നമ്മൾ ഈ ഡാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് കൂടുതൽ പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ പി ഓഫ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു 0.1 എന്ന് പറയാം. ഇതിന് നമുക്ക് ഡിമോർഗൻസ് തിയറം ഉപയോഗിച്ച് എഴുതാം. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്, ഇതിനെ 1 - പി ഓഫ് എ യൂണിയൻ ബി is equal to ഇല്ലയോ. എന്നിട്ടോ എ യൂണിയൻ ബിക്ക് നമുക്കറിയാം എന്താണ് എ യൂണിയൻ ബി പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിയാവുന്ന വാല്യൂസ് കൊടുക്കാം. ഇല്ലയോ? ഇത് നമുക്കറിയാം, ഇതറിയത്തില്ല, ഇത് നമുക്കറിയാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അകത്തോട്ട് ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എത്ര കിട്ടും? 1 - ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ അതായത് 0.75 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ 0.25 ആണ്. അതിൻ്റെ മൈനസ് തൊട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ മൈനസുമായി ഈ പ്ലസ് എന്നുള്ളത് മൈനസായി ഇത്. ഇനി പി ഓഫ് ബി അപ്പുറത്തോട്ട് പോകാം. എന്നിട്ട് ഈ 0.1 ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇപ്പോൾ ഇങ്ങനെ ഇടത്തില്ലയോ? പി ഓഫ് ബി എത്ര ആയിരിക്കും? 0.65 എന്ന് കിട്ടും. ശരിയല്ലേ? എന്നിട്ട് അപ്പോൾ നമുക്ക് എന്താ പറയാം? ഹെൻസ് പ്രോബബിലിറ്റി പാസ് ഹിന്ദി എക്സാം ഇസ് ഈക്വൽ ടു 0.65 എന്ന് പറയാം. ഹലോ. അപ്പോൾ നെയ്തർ ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പല ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണിത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.